ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുണ്ട്, എല്ലാം കീഴത്തുണ്ട്. കീഴിലേക്ക് പോവാം. യെസ്, ഇന്നലെ ഒരു സൽക്കാരം ഉണ്ടായിരുന്നു, അതിന്റെ ക്ഷീണമുണ്ട്, അതുകൊണ്ടൊന്നും മത്സരമല്ല. ഈ 3 ദിവസമായിട്ട് മത്സരമില്ലാത്ത ഞാൻ കാരണമല്ല കേട്ടോ. ഇവന് കല്യാണത്തിന് കൊണ്ടുകൊണ്ട് ഒരു ദിവസം മത്സരമില്ലായിരുന്നു. പിന്നെ പിറ്റേ ദിവസം വന്നപ്പോൾ ഇതാ പറയുന്നു നാളെ സൽക്കാരമുണ്ട്, അതുകൊണ്ട് ഇന്ന് മത്സരമില്ല. ഇപ്പൊ ഇന്ന് പറയുന്നു ഇന്നലെ സൽക്കാരം കൂടിയിട്ട് വന്നതിന്റെ ക്ഷീണമാണ്, അതുകൊണ്ട് ഇന്ന് മത്സരമില്ല. സംഭവം എനിക്ക് ചുരുക്കി പറഞ്ഞാൽ എനിക്ക് തോന്നിയ ഒരൊറ്റ കാര്യമുള്ളൂ, പേടി. കിഴി എപ്പിസോഡ് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇതിനെ ഇരുന്നൊരു വിറയാണ്. ആ വിറ മാറാൻ വേണ്ടിയിട്ടാണോ എന്ന് സംശയമുണ്ട്. എന്താ ചിരിച്ചോണ്ടിരിക്കുന്നത്? സംഭവം എന്നല്ല, തോൽവിയാണെങ്കിലും വിജയമാണെങ്കിലും വളരെ സന്തോഷത്തോടെ ഞാനത് ഏറ്റെടുക്കും. പക്ഷെ അതവർക്കറിയാം, അതിനുള്ളൊരു മൂഡ് വേണം. ഇത് ഒരുപാട് ഫുഡൊക്കെ അടിച്ചിട്ട്, അതും വ്യത്യസ്തമായ വിഭവങ്ങൾ. എന്തോ ഒരു ഞാൻ ആ ഉന്മാദത്തിൽ ഇത്രയും നല്ലൊരു ഫുഡിയായ എന്റെ മുന്നിൽ ഇരുന്നിട്ട് ഇപ്പൊ തോറ്റടാ. നിന്റെ മുമ്പിൽ ഞാൻ അടിയറവ് പറഞ്ഞിരിക്കുന്നു മാത്രം വരുമ്പോ. പിന്നെ എന്തായാലും മനസ്സിലല്ലോ. അല്ല, ആൾറെഡി വേറെ കാര്യങ്ങളുണ്ടല്ലോ. അതായത് 10:25 പിന്നെ വൈകുന്നേരം 6 മണിക്ക് ഡൊമിനിക്കും ഉണ്ട്. അപ്പം ക്ഷീണമാവാം, മത്സരം വേണ്ട. അപ്പൊ ആ ക്ഷീണം മാറ്റണല്ലോ. പിന്നെന്താ ഫസ്റ്റ് 1 എടുക്കാൻ പോകുന്നു. നീ എന്താ പറഞ്ഞേ? മത്സരിക്കാൻ പേടി കാരണം ആണെന്നല്ലേ? പിന്നെ ഫുഡിന്റെ കാര്യം പറഞ്ഞിട്ടാണ് നീ എന്നെ തോപ്പിച്ചത്. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ നാളെ മുതൽ കാണാം നമുക്ക്. ഫസ്റ്റ് 1 ഷാഹിദ് കപൂർ നെക്സ്റ്റ് മൂവി. സാജിദ് നദിയത് വാല, പിന്നെ നമ്മുടെ ഭരദ്വാജും ഇവരൊരുമിക്കുന്ന ഒരു സിനിമ ഉണ്ട്. അതിന്റെ ഷൂട്ട് തുടങ്ങിയിട്ടുണ്ട്. സ്റ്റില് തുടങ്ങിക്കോട്ടെ. എന്നാലും ഫുഡിന്റെ കാര്യം പറഞ്ഞിട്ട് തളർത്തിക്കളഞ്ഞു കേട്ടോ നീ. എനിക്കറിയാം എവിടെ പിടിക്കണം. അടുത്തത് ചിയാൻ 63. അടിപൊളി. മഡോൺ അശ്വിൻ സംവിധാനം ചെയ്യുന്ന സിനിമയില് പ്രിയങ്ക മോഹൻ ഓൺ ബോർഡ് ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമ്മുടെ മാവീരന് ശേഷം മഡോൺ അശ്വിൻ സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. അതേപോലെ തന്നെ പ്രതീക്ഷിച്ചോ ചിയാൻ 63യും. അടിപൊളിയാവും. കിങ്സ്റ്റൺ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ട്. സിനിമ സംവിധാനം ചെയ്യുന്നത് കമാൽ പ്രകാശ്. അതിലൊരു പ്രകാശുണ്ട്, മൊത്തത്തിലൊരു പ്രകാശല്ലേ. അടുത്തത് ഐഡന്റിറ്റി സിനിമയുടെ 4 ദിവസത്തെ കളക്ഷൻ 23.20 CR. അത് അവര് പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ, ഒന്നും പറയല്ല. പ്രൊമോഷൻ അത്രേ ഉള്ളൂ, അതിനകത്ത് കൂടുതലൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. അയ്യോ, പ്രൊമോഷൻ ഫിഗർ അല്ലേ? അതെ, അങ്ങനെ ഒരു സമ്പ്രദായം വന്നത് നന്നായിന്ന്. എന്താ അടുത്തത്? അയാം കാതലൻ OTT വരുന്നുണ്ട്. നമ്മുടെ നസ്ലൻ നായകനായ സിനിമയാണ്. ഗിരീഷ് ഷേഡി സംവിധാനം ചെയ്ത സിനിമയാണ്. പ്രേമലുവിന് ശേഷം വന്ന ഒരു മോശമില്ലാത്ത ഹിറ്റ് അടിച്ച സിനിമയാണ്. ഒരു ചെറിയ സിനിമ, ഒരു കൊച്ചു സിനിമ റിലീസിനെത്തുന്നുണ്ട്. അതായത് OTT മനോരമ മാക്സിലാണ് വരുന്നത്. ജനുവരി 17 ഇത് സ്ട്രീമിംഗ് തുടങ്ങും. കാണാം. അപ്പം നമുക്ക് ശരിക്കും കാണാം. ഞങ്ങൾ കണ്ടതാണ്. അല്ല, നിങ്ങൾക്ക് ശരിക്കും കാണാം. അപ്പൊ ശരിക്കും കാണാം. അടുത്തത് MMMN സിനിമയുടെ ശ്രീലങ്കൻ ഷെഡ്യൂൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലൊക്കേഷൻ സ്റ്റിൽ വന്നിട്ടുണ്ട്, മമ്മൂക്കേന്റെ. ഓക്കെ, അടുത്ത കിഴി. SK25 നമ്മുടെ സുധാ കൊങ്കാര സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. SK പ്രധാന വേഷത്തിലെത്തുന്ന സിനിമ. ജയം രവി വില്ലൻ. സിനിമയുടെ ഒരു പ്രൊമോ ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ട്. അത് ഉടനടി പുറത്തു വരും എന്നുള്ളതാണ് കേൾക്കുന്നത്. സിനിമക്ക് പേരിട്ടുണ്ട് കേട്ടോ. ടൈറ്റിൽ 1965 എന്നുള്ളതായിരിക്കും എന്നാണ് കേൾക്കുന്നത്. നടന്ന വർഷം തന്നെ. നന്നായി വരട്ടെ. എന്തായാലും നമ്മുടെ ജയം രവി വില്ലനായി വരുന്നതിൽ വളരെ സന്തോഷമുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ശിവകാർത്തികേയ പറഞ്ഞിരിക്കുന്നത്. ആളുടെ സീനിയറായിരുന്നു ആള് ജയം രവി. അപ്പോൾ അന്നേ ഞാൻ ഭയങ്കരമായിട്ട് കട്ട ആരാധകനാണ്. ഞാൻ അന്ന് ഒരുപാട് സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരുമിച്ച് അഭിനയിക്കുന്നു, മാത്രമല്ല വില്ലനായി വരുന്നു. ഭയങ്കര ഹാപ്പിയാണ്. അടുത്തത് ദാവീദ് സിനിമയുടെ ക്യാരക്ടർ പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട്. വിപിൻ പെരുമ്പള്ളി ആരാകുന്നു? രാജേഷ് ചേട്ടൻ. ഇവരെല്ലാരും ഭയങ്കര രസമുള്ള പേരുകളാട്ടെ. രാജേഷ് ചേട്ടൻ, പിന്നെ കൊച്ചാപ്പ, പിന്നെ മറ്റേ
മറ്റേ നായികന്റെ ഇത് വന്നായിരുന്നു, ആ അതെ അതെ, പേര് മറന്നുപോയി. ആ കുട്ടിയുടെ പേരൊന്നുണ്ടായിരുന്നു അല്ലേ? കുട്ടീന്റെ പേര് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അടുത്ത കിഴി. ഗെയിം ചേഞ്ചർ. ഗെയിം ചേഞ്ചർ സിനിമ തമിഴിൽ റിലീസിന് എത്തിക്കണമെങ്കിൽ ചെറിയ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്നാണ് തോന്നുന്നത്. കാരണം ലൈക്ക ഒന്ന് അടഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ 3 തീർത്തിട്ട് ഗെയിം ചേഞ്ചർ പരിപാടി തുടങ്ങിയാൽ മതിയത്. അത് നന്നായി, തമിഴന്മാരെങ്കിലും രക്ഷപ്പെടുമല്ലോ. അല്ല, ഗെയിം ചേഞ്ചർ നിർത്തിയിട്ട് അതിന് പകരം ചോദിക്കുന്നത് ഏതാ? അത് വേറൊരു സത്യം. രക്ഷപ്പെടല് എന്റെ പോന്നെ അതല്ലേ. ഇനി അഥവാ റിലീസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ തമിഴന്മാര് രക്ഷപ്പെട്ടല്ലോ എന്ന് അവിടെ കാണാതെ അത്ര നാള് വരുന്നത് വരെ അല്ലേ. അടുത്തത് പണി. ജോജു ജോർജ് ഡയറക്ട് ചെയ്ത സിനിമയുടെ OTT റിലീസ് ജനുവരി 16 സോണി ലിവില്. ജോജുവിന്റെ പണി ഇനി OTT. യെസ്. ഓക്കെ, നമുക്ക് എങ്ങനെയുണ്ടാവുന്നുള്ളത്, ഇനി അതിന്റെ അഭിപ്രായങ്ങൾ എന്താണ് ഇനി വരിക എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം അല്ലേ. തിയേറ്ററിൽ നിന്നുള്ള ആ ഒരു അഭിപ്രായമാണോ OTT വരുന്നതിന് ശേഷം വരിക എന്നുള്ളത് ഒന്ന് കാണണം. ഞങ്ങൾ അതിന് വെയിറ്റ് ചെയ്യാം തീർച്ചയായിട്ടും. അത് പ്രത്യേകിച്ച് അതിലെ ആ ഒരു റേപ്പ് സംഭവങ്ങളുണ്ടല്ലോ, അതിനെ നോർമലൈസ് ചെയ്ത സംഭവങ്ങൾ, അതൊക്കെ എങ്ങനെയാണ് സോഷ്യൽ മീഡിയ വിലയിരുത്തപ്പെടുന്നത് എന്നുള്ളത് ഒന്ന് അറിയണം. കാത്തിരിക്കുകയാണ്. നമ്മുടെ അതേ മനോഭാവമാണോ എന്നുള്ള അറിയണമല്ലോ. തീർച്ചയായിട്ടും. അടുത്ത കിഴി. ബാരോസ് കിട്ടല്ലേ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്താ ലാലേട്ടൻ പറഞ്ഞിട്ടില്ല. ലാലേട്ടൻ ഇന്നലെ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബാരോസ് കാണാത്തവരാണ് ബാരോസിനെ കുറിച്ച് കുറ്റം പറയുന്നത്. നമ്മളെങ്ങനെയെങ്കിലുമൊക്കെ ലാലേട്ടൻ ഇങ്ങനെ മാറട്ടെ എന്ന് എഴുതി എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വന്ന് പറഞ്ഞുകൊണ്ട് വരുമ്പോൾ ലാലേട്ടൻ വീണ്ടും പഴയ അവസ്ഥയിലോട്ട്. അതായത് നെഗറ്റീവ് വന്നത് നമ്മൾ മറന്നു തുടങ്ങുകയാണ്. എന്നിട്ട് പുതിയ പ്രതീക്ഷകൾ 2025 എന്തായാലും പുതിയ പരിപാടി ആയിരിക്കും എന്നുള്ള ഒരു ആശ്വാസത്തിലാണ് ഇരിക്കുന്നത്. അതിനിടയിലാണ് ഇമാരി ഡയലോഗ് അടിക്കുന്നത്. അയ്യോ, അധികം ആൾക്കാർ കാണാത്ത നന്നായി. അതുകൊണ്ട് അത്രേ വന്നുള്ളൂ. ജനങ്ങൾ മൊത്തം കണ്ടിട്ടുള്ള ഒരവസ്ഥയെ. പുഷ്പ 2 തകതലെ. നമ്മുടെ പുഷ്പ 2 സിനിമയുടെ ഇതുവരെയുള്ള വേൾഡ് വൈഡ് ഗ്രോസ് 1831 ആണോ 39 ആണോ? 1831 അല്ലേ? 831 CR കേട്ടോ. അപ്പോൾ ഇനി ഇവരുടെ മുന്നിലുള്ളത് ദങ്കൽ മാത്രമാണ്. ദങ്കലിനെ ആയിരിക്കും ഇവർ ലക്ഷ്യം വെക്കുന്നത്. അതിനനുസരിച്ചുള്ള പോസ്റ്റേഴ്സ് റെഡിയാക്കി തുടങ്ങിയിരിക്കുന്നു. അടുത്തത് നേരത്തെ പറഞ്ഞ പോലെ പ്രമോഷൻ. അത്രേ ഉള്ളൂ. ഫിഗർ. അടുത്തത് മാർക്കോ സിനിമയുടെ OTT റിലീസ് എത്തുന്നു, നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കി എന്നൊക്കെ പറഞ്ഞ് വമ്പൻ ന്യൂസുകളൊക്കെ ഇന്നലെ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ക്യൂബ്സ് തന്നെ ഒഫീഷ്യലി അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ OTT സെയിൽ നടന്നിട്ടില്ല. നടന്നു കഴിഞ്ഞാൽ അത് ഒഫീഷ്യലി അവരുടെ പേജിലൂടെ തന്നെ അറിയിക്കുന്നതായിരിക്കും. ഇത് എന്തിനാണ് ഇങ്ങനെ ഒരു അനൗൺസ്മെന്റ് എന്നുള്ളത് ചിന്തിക്കുന്നുണ്ടാവില്ലേ? അതായത് ഇപ്പോൾ തിയേറ്ററിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് മാർക്കോ. അപ്പോൾ OTT വരാൻ പോകുന്നു എന്നുള്ള ഒരു പ്രചരണം നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ OTT സമയമായി, നമ്മളിനി അവിടെ തിയേറ്ററിൽ പോയി കാണേണ്ട കാര്യമില്ല എന്നുള്ളൊരു ചിന്ത കുറച്ച് പ്രേക്ഷകർക്കൊക്കെ വരും. അപ്പോൾ അത് നെഗറ്റീവായിട്ട് മാറും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവർ അനൗൺസ് ചെയ്തിരിക്കുന്നത്. എൻ്റെ പെരുമാറ്റത്തിലും രീതികളിലൊക്കെ ആ ഒരു ക്ഷീണം കാണുന്നില്ലേ? ഉണ്ടോ? ഇത് ഒരു കിഴിയും കൂടി ഇല്ല, അതുകൊണ്ട് എടുക്കും, ഞാൻ ശരിയാക്കി തരാം. മോഹൻലാൽ പറഞ്ഞ പോലെ ആ ഒരു പെരുമാറ്റത്തിന്റെ പ്രശ്നമില്ലേ, അത് മണിച്ചിത്രത്താഴി ലാലേട്ടൻ ലാസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരു പരിപാടി, ഞാൻ ചെയ്തുതരാം. അത് ഈ കിഴി കൂടി പറ. അല്ല, ഇവിടെ വെച്ചിട്ട് റൈറ്റിടി പറയാ 2 കിളി പറന്നു പോയാലോ തോന്നിന്ന് പറഞ്ഞില്ലേ? 2 ആണോ 3 ആണോ? ഇല്ല, പറഞ്ഞിട്ടില്ല. ഒന്നും പോയിട്ടില്ല. അതിനുണ്ടെങ്കിലല്ലേ പറക്കുള്ളൂ. വേറെ കാര്യമുണ്ട്, കിളികൾക്ക് ജീവൻ വേണം. അതിന് ഇതിനുള്ളിൽ കയറിയോ ചത്തു. അതാ പറഞ്ഞേ, അവിടെ കിളികളാണെങ്കിലും എന്താണെങ്കിലും ഭക്ഷണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം വളക്കൂറുള്ളടത്ത് എല്ലാം നിലനിൽക്കുള്ളൂ എന്ന് പറയുന്നുണ്ടല്ലോ. ഇതിനകത്ത് എന്തെങ്കിലും വളക്കൂറുള്ളത് വേണ്ടേ? വിശപ്പ് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിർത്ത് തിന്നിട്ടുണ്ട്. ഓക്കെ, അടുത്ത കിഴി ഡ്രാഗൺ. നമ്മുടെ പ്രശാന്ത് നീൽ നായകനാവുന്ന പ്രശാന്ത് നീൽ സംവിധാനം ചെയ്യുന്ന സിനിമ, നമ്മുടെ NTR നായകനാവുന്ന സിനിമയിൽ ബിജു മേനോൻ ഓൺ ബോർഡ്. മലയാളത്തിൽ നിന്ന് ഒരു എൻട്രിയെ, അടുത്തത് മലയാളത്തിൽ നിന്ന് മറ്റൊരു എൻട്രിയെ ടോവിനോ തോമസ്. ഇവർ രണ്ടുപേരും പ്രധാന വേഷത്തിൽ ഉണ്ടാവുന്നതാണ് കേൾക്കുന്നത്. തകർക്കുന്ന സാധനമാവട്ടെ, ഒരു ഗംഭീര ഐറ്റം പ്രതീക്ഷിക്കുന്നു അല്ലേ? മലയാളികൾ കുറച്ച് ബുദ്ധിമുട്ടും. അതിലേതാ ടോവിനോ, ഏതാ ബിജു മേനോൻ?
കാരണം ടോർച്ച് കടിച്ച് നോക്കണല്ലോ. മൊത്തത്തിൽ ഇപ്പൊ നമ്മൾ കണ്ടുവച്ചിരിക്കുന്ന ആ ഒരു രൂപത്തിലായിരിക്കുമല്ലോ കാര്യമൊക്കെ പിടിപ്പിച്ച് തേച്ച് പിടിപ്പിച്ചാണല്ലോ കൊണ്ടുവരിക. അത് പറയാൻ പറ്റില്ല കേട്ടോ, ചിലപ്പം മാറ്റമൊക്കെ വന്നേക്കാം, വേറെ സിനിമയല്ലേ. അതെന്താ അങ്ങനെ അതിന്റെ അനൗൺസ്മെന്റ് പോസ്റ്ററിന് തന്നെ ടോർച്ച് അടിച്ചിട്ടുണ്ട്, എന്നിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല. അത് ശരിയായിരുന്നു, അത് ഞാൻ മറന്നുപോയായിരുന്നു. എന്താണെങ്കിലും അടുത്തത് ഹോളി നൈറ്റ് ഡെമോൺ ഹണ്ടേഴ്സ്. ഇത് എന്തിനാടാ ഇതിൽ കൊണ്ട് ആ പേര് കേൾക്കുമ്പോൾ ഒരു കുളിരുണ്ടല്ലോ, അതുകൊണ്ട് വേണം. ഡോൺലി ഡോൺലി നായകനാവുന്ന സിനിമയാണ്. സിനിമ 2025 ഏപ്രിൽ സിനിമ റിലീസിനെത്തും. ഞങ്ങൾക്കൊരു വൈകാരിക ബന്ധമുണ്ട് ഡോളിയായിട്ട്, അതുകൊണ്ടാണ് ഇത് പ്രത്യേകം ഞങ്ങൾ ഡോളി നിങ്ങൾ വിളിച്ചു കാട്ടി പറയുന്നത്. വൈകാരിക ബന്ധമൊക്കെ മാറിക്കോളും, അടുത്ത വൈകാരികത കൂടും, അത്രേ ഉള്ളൂ. ഓക്കെ, അടുത്ത കീഴി ബ്ലസ്സി ലാലേട്ടൻ മൂവി. ഈ ചിത്രത്തിൽ നമ്മുടെ ലാലേട്ടൻ നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടറാണെന്നുള്ളതാണ് അറിയാൻ പറ്റിയത്. നാളെ വില്ലനായി വരുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിലും ഒരു സിനിമയിൽ ആള് ബ്ലസ്സിന്റെ കൂടെ നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, ഭ്രമരം. അത് ഏകദേശം ശരിയായിരുന്നു കേട്ടോ. ഒരു ക്ലൈമാക്സോടൊക്കെ അടുക്കുന്നതിന് തൊട്ട് മുന്നേ വരെ ഒരു വില്ലനിസം മാത്രമാണ് നമ്മൾ കാണുന്നത്. ക്ലൈമാക്സിലായാലും അങ്ങനെ തന്നെ നായകനാണ്, പക്ഷെ എന്നാലും നെഗറ്റീവ് ചെയ്തു വെച്ച കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ആൾക്കത് ഇത് ചെയ്യാനുള്ള പ്രതികാരം ചെയ്യാനുള്ള ഒരു കാരണം മാത്രമേ. അത് നോക്കുമ്പോഴും ചെയ്തത് നെഗറ്റീവായിട്ടുള്ള സംഭവമാണ്, വീട്ടിൽ കയറുന്നതും മറ്റു സംഭവങ്ങളൊക്കെ എന്തൊക്കെയാണ് ചെയ്തത്, കൊടൂര പെർഫോമൻസും. എന്തായാലും എന്റെ പൊന്നിടല്ല ലെവല് സാധനങ്ങൾ. കാലുണ്ടല്ലോ ഇങ്ങനെ വെച്ചിട്ട് കാലിന്റെ എന്ത് ജാതി ഐറ്റായിരുന്നു ആ സമയത്ത്. മുഖഭാഗം എന്താണ്, എത്ര സിമ്പിളായിട്ട് ചെയ്യുന്നത്. ആ ലാലേട്ടൻ പുതിയ ഒന്ന്. അത് 2026 സംഭവിച്ചേക്കാം ഒന്നും കൂടി. അതെ, അടുത്തത് DQ നഹാസ് ഹിദായത്ത് മൂവി. ഏത് നാസർ? ഞാൻ എപ്പോഴും നാസർ എന്ന് പറയും, എന്താണെങ്കിലും പോട്ടെ. നഹാസ് ഹിദായത്ത് മൂവി. കണ്ടെത്തണം ഏതാ നാസർ കണ്ടത്? ഏത് നാസർ? വലിയ നൈറ്റ്മെയർ ഉണ്ട്. പൈസ എന്തെങ്കിലും കൊടുക്കാണ്ട് ആർക്കറിയാം, എനിക്ക് അറിയുമല്ലോ. നാസർ എന്തായാലും നഹാസ് ഹിദായത്ത് മൂവി DQ 40 സിനിമയുടെ ഷൂട്ട് ഫെബ്രുവരിയിൽ തുടങ്ങും. സിനിമയുടെ ലൊക്കേഷൻ ഹണ്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ സ്റ്റിൽസ് ഒന്നുണ്ട്. ഇപ്പം എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.